നമസ്തേ. ഇന്ന് കൃഷ്ണൻ്റെ മനോഹരമായ ഒരു കഥയാണ് പറയുന്നത്. കുറേ വർഷങ്ങൾക്ക് മുൻപ് ഉത്തരേന്ത്യയിലെ ഒരു ഗ്രാമത്തിൽ നടന്ന സംഭവമാണ്. അവിടെ ഒരു ചെറിയ കൃഷ്ണക്ഷേത്രം ഉണ്ടായിരുന്നു. പൂജാരി അത് രാവിലെ വന്ന് വിഗ്രഹത്തിൽ പാൽ നിവേദിക്കുമായിരുന്നു. ഭഗവാൻ അത് കുടിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടെയായിരുന്നു അദ്ദേഹം ആ പൂജ ചെയ്തിരുന്നത്. ഒരിക്കൽ പൂജാരിക്ക് അത്യാവശ്യമായി ദൂരെ ഒരിടത്ത് പോകേണ്ടി വന്നു. അദ്ദേഹം തൻ്റെ 10 വയസ്സുകാരനായ മകനെ വിളിച്ച് പറഞ്ഞു, മോനെ, അച്ഛൻ വരുന്നത് വരെ കൃഷ്ണന് പാൽ കൊടുക്കാൻ മറക്കരുത്. ഭഗവാൻ പാൽ കുടിച്ചു എന്ന് ഉറപ്പുവരുത്തണം. നിഷ്കളങ്കനായ ആ ബാലൻ ഇത് അക്ഷരം പ്രതി അനുസരിച്ചു. അടുത്ത ദിവസം രാവിലെ അവൻ ഒരു പാത്രം പാലുമായി വിഗ്രഹത്തിന് മുന്നിലെത്തി. കണ്ണൻ്റെ മുന്നിൽ പാൽ വെച്ചിട്ട് അവൻ പറഞ്ഞു, കണ്ണാ, വേഗം കുടിക്കൂ, എനിക്ക് കളിക്കാൻ പോകണം. എന്നാൽ വിഗ്രഹം അനങ്ങിയില്ല. ആ കുട്ടി കുറച്ചു നേരം കൂടി ഇങ്ങനെ കാത്തിരുന്നു. ഭഗവാൻ പാൽ കുടിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അവന് സങ്കടമായി. അവൻ കരയാൻ തുടങ്ങി. അച്ഛൻ പറഞ്ഞല്ലോ നീ പാല് കുടിക്കുമെന്ന്. നീ കുടിച്ചില്ലെങ്കിൽ അച്ഛൻ എന്നെ വഴക്ക് പറയും. നിനക്ക് ഈ പാൽ ഇഷ്ടപ്പെട്ടില്ലേ? അവൻ മണിക്കൂറുകളോളം അവിടെ ഇരുന്ന് കരഞ്ഞു. അവസാനം ഇങ്ങനെയാണ് കുട്ടി പറഞ്ഞത്, നീ കുടിച്ചില്ലെങ്കിൽ ഞാൻ എൻ്റെ തല ഈ കല്ലിൽ അടിച്ച് തകർക്കും എന്ന് പറഞ്ഞിട്ട് കുട്ടി കരഞ്ഞുകൊണ്ട് വിഗ്രഹത്തിന് നേരെ നീങ്ങി. ആ നിമിഷം കുട്ടിയുടെ നിഷ്കളങ്കമായ ഭക്തിക്ക് മുന്നിൽ ഭഗവാന് പ്രത്യക്ഷപ്പെടാതിരിക്കാൻ കഴിഞ്ഞില്ല. ഒരു കൊച്ചു ബാലൻ്റെ രൂപത്തിൽ ഭഗവാൻ അവിടെ വരികയും ആ പാത്രം വാങ്ങി പാൽ മുഴുവൻ കുടിക്കുകയും ചെയ്തു. കുട്ടി സന്തോഷത്തോടെ പാത്രവുമായി തിരികെ പോയി. വൈകുന്നേരം അച്ഛൻ തിരിച്ചെത്തിയപ്പോൾ പാത്രം ശൂന്യമായിരിക്കുന്നത് കണ്ട് അദ്ദേഹം കരുതിയിരുന്നത് കുട്ടി പാൽ കുടിച്ചു കാണുമെന്നാണ്. എന്നാൽ അടുത്ത ദിവസവും ഇത് ആവർത്തിച്ചു. പൂജാരിക്ക് സംശയമായി. അദ്ദേഹം പിറ്റേന്ന് ഒളിഞ്ഞു നിന്ന് നോക്കിയപ്പോൾ കണ്ടത് അത്ഭുതകരമായ ഒരു കാഴ്ചയാണ്. തൻ്റെ മകൻ ഒരു ബാലനോട് സംസാരിക്കുന്നു. പൂജാരി ഓടിച്ചെന്ന് നോക്കിയപ്പോൾ ആ ബാലൻ അപ്രത്യക്ഷനായി. വിഗ്രഹത്തിൻ്റെ ചുണ്ടിൽ ഒരു തുള്ളി പാലിരിക്കുന്നുണ്ടായിരുന്നു. തൻ്റെ മകൻ്റെ നിഷ്കളങ്കമായ ഭക്തിക്ക് മുന്നിൽ ഭഗവാൻ നേരിട്ട് വന്നു എന്നത് അച്ഛനെ വിസ്മയിപ്പിച്ചു. ഈ കഥ വെറുമൊരു അത്ഭുത കഥയല്ല, മറിച്ച് ഭാവമാണ് ഭക്തിയുടെ കാതലെന്ന് ഓർമ്മിപ്പിക്കുന്നു. പണ്ഡിതന്മാരായ പൂജാരിമാർക്ക് പോലും ലഭിക്കാത്ത ദർശനം. അച്ഛൻ പറഞ്ഞത് സത്യമാണെന്ന് വിശ്വസിച്ച ആ കുട്ടിയുടെ നിഷ്കളങ്കതയ്ക്ക് മുന്നിൽ ഭഗവാൻ നൽകി. ഇന്നും പല രൂപത്തിൽ ഭഗവാൻ ഭക്തർക്ക് മുന്നിൽ എത്തുന്നു. അത് തിരിച്ചറിയാൻ നിഷ്കളങ്കമായ ഭക്തി ഉണ്ടാകണം. ഇന്ന് രാജഗോപാല മന്ത്രം കൂടി പറയാം. ജോലി ലഭിക്കുന്നതിനും ജീവിത വിജയത്തിനും ഐശ്വര്യത്തിനുമെല്ലാം 8 പ്രാവശ്യം ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. ഓം കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ ഭക്താനാം അഭയങ്കര ഗോവിന്ദ പരമാനന്ദ സർവമേ വശമാനയ.